അതിപ്പോൾ എല്ലാവരും പുഴത്താറൊക്കെയുണ്ട്, എല്ലാവരും പുഴത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം, ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. അല്ല, പുകഴ്ത്തിയാൽ പിന്നെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് നമ്മൾ ഒരു നിഗമനത്തിൽ വരാൻ പാടില്ലല്ലോ. രമേശ് ചെന്നിത്തലയെ നമ്മളെ പിന്നെ ജാമിയ നൂരിയയുടെ പരിപാടിയിലേക്ക് അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചാണ്. ഓരോ പ്രാവശ്യം ഒരാളെ ആണ് ക്ഷണിക്കാറുള്ളത്. കഴിഞ്ഞ തവണ വി ഡി സതീശൻ വന്നിരുന്നു. അങ്ങനെ പല പല നേതാക്കളെ ഒരിക്കലും എനിക്ക് തോന്നുന്നു ശശി തരൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അത് ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പം അങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ പിന്നെ പുകഴ്ത്തുക എന്ന് പറയുന്നത് നമ്മൾ ആ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരാളെയും നമ്മൾ ബഹുമാനപൂർവ്വം കാണുകയും അവരെക്കുറിച്ച് ബഹുമാനത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി ലീഗിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രതികരണം, അല്പം മുമ്പ് മാത്രം വന്ന ഒരു പ്രതികരണമാണ് എം കെ മുനീറിൻ്റെത്. താക്കോൽ സ്ഥാനത്തെ ചൊല്ലി പൊട്ടിപ്പോയ ബന്ധം വിളക്കി ചേർത്ത് രമേശ് ചെന്നിത്തല പെരുന്നയോട് ചേർന്നു. തൊട്ടു പിന്നാലെ SNDPയും ചെന്നിത്തലയെ അനുകൂലിച്ചു. ജാമിയ അനൂരിലെത്തി പാണക്കാട് കുടുംബത്തോട് ഐക്യദാർഢ്യം ഉറക്കെ പ്രഖ്യാപിച്ചു. ലീഗ് നേതാക്കളെ കണ്ട് നേതൃത്വത്തെ വാനോളം പുകഴ്ത്തി. തൊട്ടു പിന്നാലെ ചെന്നിത്തലയെയും പുകഴ്ത്തി സാദിഖലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആക്കില്ലെന്ന് കെ മുരളീധരൻ. ചർച്ചകൾ അസ്വാഭാവികമെന്ന് MM ഹസൻ. അങ്ങനെ ഇടക്കാലത്തെ രാഷ്ട്രീയ വനവാസത്തിന് ശേഷം കരുത്തിനായി ചെന്നിത്തല തിരിച്ചു വരുന്നു. VD സതീശൻ എന്ന ഒറ്റ നേതാവിൻ്റെ കുടക്കീഴിലെന്ന് കരുതിയിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ചെന്നിത്തലയ്ക്ക് സ്വീകാര്യത കൂടുന്നു. ലീഗ് പറഞ്ഞാൽ ഹൈക്കമാൻഡ് പോലും അംഗീകരിക്കേണ്ട സ്ഥിതിക്ക് ചെന്നിത്തലയുടെ നീക്കം ഒരു മുഴം മുൻപെയോ? ചെന്നിത്തല ലീഗിന് സ്വീകാര്യനോ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. മുൻ ലീഗ് നേതാവും ഇപ്പോൾ ഇടത് സഹയാത്രികനുമായ KS ഹംസ നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ A സജീവൻ, മാധ്യമപ്രവർത്തകൻ, ശ്രീ ശ്രീകുമാർ മനയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ ശ്രീകുമാർ മനയിൽ, ഇവിടെ കേരളത്തിലെ പ്രബല സമുദായങ്ങളായ SNDP, NSS, സമസ്ത ലീഗ് പരിപാടികളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ പ്രാധാന്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ ലീഗിൻ്റെ പുകഴ്ത്തൽ വരുന്നു. ഏറ്റവും ഒടുവിൽ MK മുനീർ പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ ലീഗിൻ്റെ മനസ്സിലുണ്ടായിരിക്കുക. പക്ഷേ അപ്പോഴും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയാണ് UDF സംവിധാനം നേരിടാൻ പോകുന്നത്. അവിടെ ഒരു പക്ഷേ സതീഷിനേക്കാൾ കൂടുതൽ സ്വീകാര്യൻ ലീഗിന് രമേശ് ചെന്നിത്തലയാണെങ്കിലോ? രഞ്ജിത്തെ, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. നമ്മൾ ഈ NSS, SNDP, സമസ്ത എന്നൊന്നും പറയുന്നത് സമുദായങ്ങളല്ല, ആ സമുദായങ്ങളിലെ സംഘടനകൾ മാത്രമാണ്. അതെ, അത് സമുദായ പേരുകളല്ല എന്ന് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ രഞ്ജിത്ത് പറഞ്ഞതിലേക്ക് വരാം. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുസ്ലിം ലീഗുമായും മറ്റ് സമുദായ സംഘടനകളുമായും നേരത്തെ തന്നെ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്ന കാലയളവിൽ തന്നെ ഈ സംഘടനകളെല്ലാമായിട്ടും സമുദായ സംഘടനകളായിട്ടൊക്കെ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിലെ ഒരു ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളായിട്ടും എല്ലാ സമുദായ സംഘടനാ നേതാക്കളായിട്ടും വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. അത് നമ്മളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ്. കാരണം അദ്ദേഹം KPCC അധ്യക്ഷൻ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴൊക്കെ ഈ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ സംഘടനകൾക്കും അദ്ദേഹത്തോട് അടുത്ത ബന്ധമുണ്ട്. കാരണം ഇവരെല്ലാവരും നേരത്തെ ആശ്രയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് പിന്നെ അവർക്ക് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ കൂടുതൽ അടുപ്പമുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് ഈ സംഘടനകളെല്ലാം അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്ക് വിളിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പോൾ ഈ സമുദായ സംഘടനകൾക്ക് അദ്ദേഹവുമായുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഈ സമുദായ സംഘടനകളുടെ അടുപ്പവും എല്ലാം
കോൺഗ്രസ് UDF ക്യാപിറ്റലൈസ് ചെയ്ത് അതൊരു വോട്ടാക്കി മാറ്റിയാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അവരത് ചെയ്യേണ്ടത്, ഈ പാർട്ടി ചെയ്യേണ്ടത് വെച്ചാൽ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവും, ഒരു നേതാവിനുണ്ടാകുമ്പോൾ ആ ബന്ധങ്ങളെ സാംശീകരിച്ച് അതൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ അതുകൊണ്ട് ഈ ഒരു സെനാരി കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ കോൺഗ്രസും UDFും നേരിടാൻ പോകുന്നത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും മറ്റത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പിലും സമുദായ സംഘടനകളിലെ അല്ലെങ്കിൽ വിവിധ സമുദായങ്ങളിലെ പിന്തുണയോടുകൂടി മാത്രമേ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ. കാരണം 2016 2021 കോൺഗ്രസ്സിന് പ്രബലമായ സമുദായ സംഘടന എല്ലാവരുടെയും പിന്തുണ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ഒരു പിന്തുണ തിരിച്ചു പിടിക്കേണ്ടത് വിജയത്തിലേക്ക് പോകാൻ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അപ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്ക് തുടക്കമിടുകയാണെങ്കിൽ അത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടുന്ന പിന്തുണയെ കൂടുതൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റി കൺവെർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന UDFും വേണ്ട. അല്ലാതെ ഇത് ആരാണ് വലുത്, രമേശ് ചെന്നിത്തലയാണോ സതീശനാണോ വലുത് എന്നുള്ളത് തമ്മിലടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല. അടിസ്ഥാനപരമായിട്ട് ആരായാലും, ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയാലും VD സതീശനായാലും ഇനി K മുരളീധരനായാലും KC ആരായാലും കിട്ടുന്ന പിന്തുണയെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കൺവെർട്ട് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ മെക്കാനിസമാണ് കോൺഗ്രസും UDFനും ഇപ്പോൾ വേണ്ടത്. അത് അവർ ആർജിച്ചെടുക്കുകയാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഇതെല്ലാം ഈ എന്റെ സംശയം അതായത് നമുക്കറിയാം, താങ്കൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം ഈ സമുദായ സംഘടനകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ നേതാവാണ്. നമുക്കറിയാം 11 വർഷത്തെ ഒരു പിണക്കമൊക്കെ തീർത്താണ് ഇത്തവണ രമേശ് ചെന്നിത്തല NSSമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ വലിയ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി സതീശനെ രൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം രാഷ്ട്രീയമുള്ള നേതാവ് എന്നൊക്കെ പറയുന്നതിനൊപ്പം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുകയാണ്. രമേശ് ചെന്നിത്തലയെ കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടുകയാണ്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സമുദായ സംഘടനകളുടെ അഭിപ്രായങ്ങൾ എന്നും കേൾക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നതിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലുമൊക്കെ പലപ്പോഴും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവിടെയാണ് എങ്ങാനും കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം മുന്നോട്ട് വരികയും ഒരുപറ്റം നേതാക്കൾ നിൽക്കുമ്പോൾ K മുരളീധരനുണ്ട്, VD സതീശനുണ്ട്, K സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അങ്ങനെ ഒരുപറ്റം നേതാക്കൾ നിൽക്കുമ്പോൾ അവരിൽ ആരാണ് സ്വീകാര്യൻ എന്ന ചോദ്യം വന്നാൽ ഹൈക്കമാൻഡ് സ്വാഭാവികമായും ഇത്തരം സംഘടനകളുടെ കൂടെ അഭിപ്രായം തേടുന്ന കാര്യം സംശയമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു മുഴം മുമ്പേ എറിയുകയാണോ ആ സ്ഥാനത്തേക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം 2019 അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ഒരു തുടർഭരണം CPMൽ ലഭിച്ചപ്പോഴാണ് വലുതോതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നിരാശയാകേണ്ടി വന്നത്. അതിനുശേഷം അദ്ദേഹം ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് എന്നുകൂടിയാണ്. അതായത് രഞ്ജിത്ത്, ഇതായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ്സിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 22 സീറ്റാണ് നിയമസഭയിലുള്ളത്. 20 സീറ്റ് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിനും ആണ് നിലവിലുള്ളത്. പിന്നെ കേരള കോൺഗ്രസ് അങ്ങനെ എന്തോ എനിക്ക് 20 സീറ്റും 18 സീറ്റും ആ രീതിയിലാണ് എടുക്കുന്നത്. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ്സിന് തനിച്ച് 45 സീറ്റുകൾ കിട്ടിയാൽ മാത്രം 22 കോൺഗ്രസ്സിന് തനിച്ച് 45 സീറ്റുകൾ നേടാൻ കഴിഞ്ഞാലാണ് ഈ ലീഗിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റും കേരള കോൺഗ്രസുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടെ കൂട്ടിവെച്ചാലും 72 എന്ന മാജിക് നമ്പറിൽ എത്തുകയുള്ളൂ. ഈ 72 എന്ന മാജിക് നമ്പറിൽ എത്തണമെങ്കിൽ കോൺഗ്രസ് തനിച്ച് ഏതാണ്ട് 45ഓളം സീറ്റുകൾ നേടണം. ഇപ്പോൾ കയ്യിലേക്ക് 22 സീറ്റ് കൂടാതെ 23-24 സീറ്റുകൾ കേരളത്തിൽ നിന്ന് മൊത്തം പിടിച്ചാൽ മാത്രമേ, കോൺഗ്രസ് മാത്രം പിടിച്ചാൽ മാത്രമേ 2026 ഭരണം കിട്ടുകയുള്ളൂ. അപ്പോൾ അത്രയും സീറ്റുകളിൽ കൂടുതൽ പിടിക്കാൻ വേണ്ട പൊളിറ്റിക്കൽ മെക്കാനിസം രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഇപ്പോൾ ഈ സമുദായ ശക്തികളുടെ പിന്തുണയോടെ കോൺഗ്രസ് UDF ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് രമേശ് ചെന്നിത്തല ഒരു മുഴം മുമ്പേ അറിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ നോക്കുന്നു, അല്ലെങ്കിൽ VD സതീശൻ, ഇതല്ല ഇതിനകത്തെ വിഷയം. ഈ വിഷയം എന്ന് പറയുന്നത് 24ഓളം സീറ്റുകൾ എക്സ്ട്രാ പിടിച്ചില്ലെങ്കിൽ ഇവരാരും മുഖ്യമന്ത്രിയാവില്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് UDF ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ സീറ്റുകൾ പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സീറ്റുകൾ പരമാവധി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ സമുദായ സംഘടനകളെ കൂടെ നിർത്തിയേ മതിയാവൂ. കാരണം CPM അത് തന്നെയാണ് ചെയ്തത്. CPM 2016 2021 അത് തന്നെയാണ് ചെയ്തത്. സമുദായ സംഘടനകളെ കൂടെ നിർത്തി, എല്ലാ സമുദായ സംഘടനകളെയും പിണറായി കൂടെ നിർത്താൻ കഴിഞ്ഞു. അതാണ് 2021 വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളീ പറയുന്ന മാതിരി
രമേശ് ചെന്നിത്തല ഒരുപാട് മുമ്പേ അറിയൂ, അതല്ല ഇവിടെ വിഷയം. ഈ വരുന്ന പിന്തുണ ഈ കോൺഗ്രസ് നേതാക്കളെ നേതാക്കളെ സമുദായ സംഘടനകൾ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയെ വോട്ടാക്കി മാറ്റിയിട്ട് അതിലൂടെ ഭരണത്തിലേറുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം വേണ്ടത്. 72 എങ്കിലും കഴിയാതെ ഭരണത്തിലേറുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളെ ഒരിക്കലും പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ആരാകുന്നുള്ള തർക്കമേ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം കോൺഗ്രസ്സിൽ നിങ്ങൾ ഈ പറയുന്ന CPM പോലെ കേരളത്തിൽ ഇന്ന് കൂടി തീരുമാനിച്ച അങ്ങനെയല്ല അത്. കാരണം അത് കൃത്യമായ സോഴ്സുകളും കൃത്യമായി നിങ്ങൾ കർണാടകയിൽ നോക്കിയോ, കർണാടകയിൽ ഒരാഴ്ച പിടിച്ച് മുഖ്യമന്ത്രി, ഒരാഴ്ച കൂടുതലെടുത്തു സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കാൻ. ഹിമാചൽ പ്രദേശിൽ അങ്ങനെയാണ്, ഹിമാചൽ പ്രദേശിൽ ഒരാഴ്ച കൂടുതലെടുത്തു. ഇതെല്ലാം ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗം. ആ പ്രോസസ്സിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത്. അതിന് കൃത്യമായ ഒരു മെക്കാനിസം വർക്ക് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആരും തലമുണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം UDF-നും കോൺഗ്രസിനും പറഞ്ഞു കിട്ടിയെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടാവുമല്ലോ. തീർച്ചയായും ശ്രീ KS ഹംസ അദ്ദേഹം മുൻ ലീഗ് നേതാവാണ്, ഇപ്പോൾ LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ശ്രീ KS ഹംസ, ലീഗ് രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. UDF രാഷ്ട്രീയത്തെയും അത്രത്തോളം പരിചിതമായ ആളാണ് താങ്കൾ. അവിടെ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ, സമസ്തയുടെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല വരുന്നു, ലീഗ് നേതൃത്വത്തെ പുകഴ്ത്തുന്നു. തുടർന്ന് സാദിഖ് അലി തങ്ങളുടെ പോസ്റ്റ് വരുന്നു, രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ്, മികച്ച രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നു. അതിനുശേഷം ഇന്നും പകൽ മുഴുവൻ ലീഗിൻ്റെ ഈ പുകഴ്ത്തലായൊരു ചർച്ച. ഏറ്റവും ഒടുവിൽ വൈകുന്നേരം MK മുനീർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നതാണ്, ഒരു പുകഴ്ത്തൽ കൊണ്ട് മാത്രം ഞങ്ങൾ ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചു എന്നുള്ളതല്ല, ഞങ്ങൾ എല്ലാ നേതാക്കളെയും പുകഴ്ത്താറുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, കോൺഗ്രസിലെ ശാക്തിക ചേരികളിൽ, സതീഷിൻ്റെ ഒരു അപ്രമാദിത്വത്തിൽ, രമേശ് ചെന്നിത്തലയുടെ പുതിയ നീക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ശ്രീ രഞ്ജിത്ത്, കോൺഗ്രസ് പാർട്ടിയും UDF-ഉം പൊതുവെ കേൾക്കുന്നുണ്ട് സാർ. കോൺഗ്രസ് പാർട്ടിയും UDF-ഉം പൊതുവെ സാമുദായിക ശക്തികളുടെ ഒരു സമുച്ചയമാണ് എന്നത് പറയാതെ തന്നെ എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ, ആ മുന്നണിയിൽ സാമുദായിക ചേരികളുടെ ശക്തി സംഭരിച്ചാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ എന്ന ബോധം എല്ലാ നേതാക്കൾക്കുമുണ്ട്. ഈ രംഗത്ത് ശ്രീ രമേശ് ചെന്നിത്തല പരിണതപ്രജ്ഞനായ ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് തൊട്ടപ്പുറത്ത് VD സതീശൻ അതുപോലെ ഓടുന്നുണ്ട്. 2 ദിവസം മുമ്പ് പുതുപ്പള്ളിയിൽ നടന്ന ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു വലിയ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. സമസ്തക്കാരുടെ തന്നെ ഒരു വിഭാഗത്തിന്റെ, ഹുദവി വിഭാഗത്തിന്റെ ദാറുൽ ഹുദ പരിപാടിയിൽ VD സതീശൻ പങ്കെടുക്കാൻ പോവുകയാണ്. ഉള്ളിലൊരു വലിയ മത്സരം നടക്കുകയാണ് മിസ്റ്റർ രഞ്ജിത്ത്. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് ഡെമോക്രാറ്റ്സിന്റെയും റിപ്പബ്ലിക്കന്റെ ഇടയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടി അതിന്റെ ഉള്ളിലൊരു മത്സരം രണ്ടിന്റെ വിഭാഗത്തിൽ നടക്കാറുണ്ട്. ആ മത്സരത്തിന് ശേഷമാണ് പ്രൈമറിയിലും മറ്റൊക്കെ, ആ മത്സരത്തിന് ശേഷമാണ് അവർ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത്, തീരുമാനിക്കുന്നത്. എന്നതുപോലെ കമല ഹാരിസിന് പെട്ട ഒരു അബദ്ധത്തിലേക്ക് ഇവർ ചെന്നുപെടാനാണ് സാധ്യത. വലിയ വീറയോടുള്ള മത്സരം നടക്കുന്നത് സ്ഥാനാർത്ഥി ആരാവണം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്നതാണ്. പക്ഷെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ ഒരു അടലപടം കിടക്കുന്ന ഈ ഒരു വലിയ പിടിവാശിയും ആ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും വലിയ നാശത്തിലേക്കും പരാജയത്തിലേക്കും കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സമസ്ത പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പരിപാടിയിൽ തന്നെ പണ്ഡിത സഭകൾക്ക് വേദിയാവേണ്ട, പണ്ഡിതന്മാർക്ക് വേദിയാവേണ്ട ഒരു വലിയ സഭയില് കുറെ രാഷ്ട്രീയക്കാരെ കുത്തിനിറച്ചു എന്ന് മുസ്ലിം സമുദായത്തിനകത്ത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് രമേശ് ചെന്നിത്തല കൂടി വേദി പങ്കിട്ടത്. അതിന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ലീഗിന്റെ ചന്ദ്രികയാണ്. കാരണം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു കമ്മിറ്റിയാണ് ജാമിയ നൂരിയയിലുള്ളത്. അവിടെ ആ ചന്ദ്രികയില് ഇന്ന് അത് സംബന്ധിച്ചൊരു വാർത്ത വന്നതുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കാണൂ. ചന്ദ്രിക പത്രത്തിന്റെ ഫസ്റ്റ് പേജാണിത്. ആ പേജില് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ വെച്ചിട്ട് പോലും അതിന് കുറിപ്പിൽ ഒരു വരി പോലും രമേശ് ചെന്നിത്തലയുടെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഭരണകൂടം തന്നെ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്നു PK കുഞ്ഞാലിക്കുട്ടി എന്ന ക്യാപ്ഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലെവിടെയും രമേശ് ചെന്നിത്തല എന്നൊരു വാക്ക്, അദ്ദേഹത്തിന്റെ ഒരു വരികളോ ഒന്നും കൊടുത്തിട്ടില്ല. സത്യത്തില് അതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ വരവും ലീഗിന്റെ ആ കമ്മിറ്റിയുടെ അപ്രമാദിത്വത്തെ കുറിച്ചുമുള്ള അതിശക്തമായ വിവാദങ്ങൾ ഉടലെടുത്തതിന്റെ ഒരു തെളിവായിരുന്നു ചന്ദ്രിക
രമേശ് ചെന്നിത്തലയെ അവഗണിച്ചുകൊണ്ട് ഫ്രണ്ട് പേജിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ഉണ്ടായിട്ട് പോലും കുഞ്ഞാലിക്കുട്ടിയുടെ ക്യാപ്ഷനാണ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനുശേഷം അതിന്റെ അടിയിൽ എവിടെയും ഒരു വരി പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കൊടുത്തിട്ടില്ല എന്നുള്ളത് അതിന്റെ ഉള്ളിലുള്ള വിവാദങ്ങൾക്ക് തെളിവാണ് രഞ്ജിത്ത്. ഇനി മറ്റൊരു കാര്യം, ഈ കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സാമുദായിക ചേരികളുടെ സമുച്ചയമാണെന്ന് പറഞ്ഞല്ലോ. ആ സാമുദായിക ചേരികൾ എന്നും അതിന്റെ കൂടെയുണ്ട്. ഈയിടെയുണ്ടായ വിള്ളലുകൾ പരിഹരിക്കാനാണ് രമേശിന്റെ ഓട്ടം. ചെന്നിത്തല ഓട്ടത്തിൽ വിജയിക്കുമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് വി ഡി സതീശൻ. വി ഡി സതീശന് വേണ്ടത് രമേശ് ചെന്നിത്തല വെട്ടലാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്, വി ഡി സതീശന് വേണ്ടത് സുധാകരനെ വെട്ടലാണ്, KPCC പ്രസിഡന്റിനെ വെട്ടലാണ്. KPCC പ്രസിഡന്റ് വേണ്ടത് ഇവരെ രണ്ടാളും വെട്ടലാണ്. മറ്റേ ഡൽഹിയിലുള്ള വേണുഗോപാലിന് വേണ്ടത് ഇവരെ മൂന്നാളും വെട്ടലാണ്. എന്നതിന് ശേഷമേ അദ്ദേഹത്തിന് നൂലിലൂടെ ഡൽഹിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ കഴിയുള്ളൂ. ഈ വെട്ടലിന്റെ ഒരു തുടക്കം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വളരെ വലിയ മത്സരത്തിൽ ഓരോ ആളുകളും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സാമുദായിക സംഘടനകളെ സ്വാധീനിക്കാനും അവരുടെ യോഗങ്ങളിൽ പോകാനും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ ഒരു മതനിരപേക്ഷ മനസ്സുണ്ട്. ആ മതനിരപേക്ഷ മനസ്സ് ഇത്തിരി കോമാളിത്തത്തോടു കൂടിയാണ് ഇത് നോക്കിക്കാണുന്നത് എന്ന് പറയാതെ വയ്യ. ശരി, തിരിച്ചു വരാം. ദയവായി തുടരുക. ശ്രീ A. സജീവൻ, താങ്കൾ കേൾക്കാം എന്ന് കരുതുന്നു. സാങ്കേതിക പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സാർ കേൾക്കാമല്ലോ സാർ അല്ലേ? എന്നെ ഒന്ന് മുമ്പ് പരിഗണിക്കാമോ രഞ്ജിത്ത്? തീർച്ചയായും 7:30 ഇറങ്ങേണ്ടതായിരിക്കും. 7:30 ഇറങ്ങണം. സജീവൻ സാർ താങ്കളിലേക്ക് വരാം, ദയവായി വരാം. താങ്കൾ തുടരുക. സജീവൻ സാറിലേക്ക് വരാം. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ നമുക്കറിയാം BJPയുടെ വളർച്ച ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കുറച്ചുകൂടി നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് വളർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്, സംശയമില്ല. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങി വരികയാണ് സംസ്ഥാനത്ത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം തയ്യാറെടുപ്പുകൾ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് BJP ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 31 ജില്ലകളായി വിഭജിച്ചാണ് അവർ സംസ്ഥാനത്ത് രാഷ്ട്രീയ നേട്ടം ആഗ്രഹിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകളുണ്ട്. ഈ മുനമ്പം വിഷയത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ, നേരെ ശ്രീകുമാർ മനയിൽ പറഞ്ഞതുപോലെ ഈ കടമ്പകളൊക്കെ കടന്ന് മാത്രമാണ് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കുക. അതിൽ സംശയമില്ല. അവിടെ ഒരു പക്ഷേ BJP കൂടുതൽ വോട്ട് പിടിക്കുകയും കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്താൽ ഗുണം ചെയ്യുക ഉറപ്പായും അത് LDFിനായിരിക്കും. അവർക്ക് ചില ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വോട്ടുകളും സീറ്റുകളും മറ്റുമുണ്ട് കൂടുതലായി, നമുക്കറിയാം. ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ അതിനൊത്ത നേതാവ് വേണം, ഈ സാമുദായിക സംഘടനകളുമായൊക്കെ ബന്ധമുള്ള ആളുകൾ വേണം, ഒപ്പം ലീഗിനെയും ഒപ്പം നിർത്തണം, ലീഗിന് സ്വീകാര്യനായ ഒരാൾ വേണം. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായി രമേശ് ചെന്നിത്തല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇത് ഒന്നാമത് നമ്മൾ 1.5 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. അതിൽ ആരായിരിക്കണം കോൺഗ്രസിനെ നയിക്കേണ്ടത്? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിലെല്ലാം പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അത് വി ഡി സതീശനാണോ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യത പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്? അതല്ല, മുൻപ് പ്രതിപക്ഷ നേതാവ് ഇടക്കാലത്തൊന്നും മന്ദീഭവിച്ചതിന് ശേഷം തന്റെ പ്രസക്തി തെളിയിച്ചുകൊണ്ട് സാമുദായിക സംഘടനകളായ NSSനെയും SNDPയെയും ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിനെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി സതീശൻ ഉയർത്തുന്ന രീതിയിലേക്ക് എമർജ് ചെയ്യുന്ന രമേശ് ചെന്നിത്തലയെ നമ്മൾ കാണും. ഇവിടെ ശ്രീകുമാർ മനയിൽ പറഞ്ഞ പല കാര്യങ്ങളോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനേക്കാൾ കോൺഗ്രസിനെയും UDFനെയും ഭരിക്കേണ്ട വികാരം, അവരെ നയിക്കേണ്ട വികാരം യഥാർത്ഥത്തിൽ ഇതിൽ ഭൂരിപക്ഷം നേടുക എന്നതാണ്. അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു സെമിഫൈനൽ പോരാട്ടമാണ് പഞ്ചായത്ത് ഇലക്ഷൻ. ഇപ്പൊ തൽക്കാലം ആ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു മേധാവിത്വം, സാധാരണ ഇതിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരിക്കലും UDFന് LDFനേക്കാൾ കൂടുതൽ മേധാവിത്വം കിട്ടാറില്ല. കഴിഞ്ഞ തവണയൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ ഏതാണ്ട് ഒരു ഒപ്പത്തിനൊപ്പമെങ്കിലും എത്തുന്ന രീതിയിലേക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുള്ളൂ. ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് ഒരു 45 സീറ്റ്, മിനിമം ഒരു 42, 43, 45, 50 താഴെ 40-നും 50-നും ഇടയ്ക്ക് സീറ്റുകൾ
സ്വന്തം പോക്കറ്റിൽ അല്ലെങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ ജയിച്ച് കയറി വന്നാൽ മാത്രമേ ലീഗിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൂടെ കൂടി ഒരു അധികാരത്തിലേക്ക് എത്താൻ, ഒരു മാജിക്കൽ നമ്പർ 70 മുകളിലുള്ള 72 മുകളിലുള്ള ഒരു നമ്പറിലേക്ക് കോൺഗ്രസിന് എത്താൻ പറ്റുള്ളൂ. ആ നമ്പറിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസിൽ ഉണ്ടാവേണ്ട, UDF ഉണ്ടാകേണ്ട വികാരവും വിചാരവും ചിന്ത എന്താണ്? അവർ ഒറ്റക്കെട്ടായി നിന്ന് കുറച്ചൊക്കെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രാഷ്ട്രീയ സാഹചര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം പോവുക. ഇതിലിപ്പോ ആരും മോശക്കാരനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും മിടുക്കര് തന്നെയാണ്. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെന്നോ അതുപോലെ VD സതീശന് എന്തെങ്കിലും പോരായ്മയുണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും പരിണത പ്രജ്ഞരാണ്, അനുഭവ സമ്പന്നരാണ്. VD സതീശൻ കുറച്ചുകൂടെ ഡൈനാമിക് ആണ്, വൈബ്രന്റ് ആണ്. നേരെ മറിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ച് സാമുദായിക സംഘടനകളുമായിട്ട് കുറെ കൂടി ഊഷ്മളമായ ബന്ധം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല പ്രവർത്തകരുമായിട്ട് അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവിധപ്പെട്ട ഒരു ഇടത്തരം വരെയുള്ള എല്ലാ നേതാക്കളെയും പേരെടുത്ത് വിളിക്കാനുള്ള ഒരു അടുപ്പവും പരിചയവും അദ്ദേഹത്തിനുണ്ട്. അത്രയും അനുഭവ സമ്പത്ത് ഇല്ലാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്, നേതൃത്വ പദവിയിൽ പൊതുവെ അദ്ദേഹത്തിന് കാലപരിധി കുറവായതുകൊണ്ട് VD സതീശന്റെ ഒരു പാൻ കേരള പ്രതിച്ഛായ ഒരല്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ മറികടക്കുന്ന പ്രകടന മികവ് നിയമസഭയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ രണ്ട് നേതാക്കളും ഒരുമിച്ച് ആരോഗ്യകരമായ ഒരു മത്സരം നടത്തി അകന്നു നിൽക്കുന്ന സാമുദായിക സംഘടനകളെയും സാമുദായിക വോട്ടുകളെയും കോൺഗ്രസിലേക്കും UDFിലേക്കും അടുപ്പിക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന് മുതൽക്കൂട്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുമുന്നണി അധികാരത്തിൽ വന്നത് വളരെ ഭംഗിയായ അല്ലെങ്കിൽ വളരെ സമർത്ഥമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്. ഒരിക്കൽ പോലും അവരോട് ചേരില്ല എന്ന് കരുതിയ കേരള കോൺഗ്രസ് എമ്മിനെയും അവരോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളെയും അടക്കം തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ മിടുക്കായിരുന്നു. അത്തരം അകന്നുപോയ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. VD സതീശൻ കുറെ കൂടി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സ്വീകാരനാണ്. ഒട്ടേറെ യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു, മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുന്നു. രമേശ് ചെന്നിത്തലയാവട്ടെ NSSന്റെ മന്നം ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാകുന്നു. ഇപ്പൊ ഇതാ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹമാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പറയുന്നത്. അപ്പൊ സാമുദായിക സംഘടനകൾക്ക് പൊതു സ്വീകാരനാണ് എന്ന് കരുതി മുസ്ലിം ലീഗിന് ഞാൻ വിചാരിക്കുന്നത് VD സതീശൻ നിഷിദ്ധനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യമായ എതിർപ്പുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇവർ രണ്ടു കൂട്ടരും മത്സരിക്കുന്നത് ആരോഗ്യകരമായി ആണ് മത്സരമെങ്കിൽ അധിക്ഷേപങ്ങളില്ലാതെ മറ്റ് ഈ മത്സരം ആരോഗ്യകരമാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഉറപ്പായും കോൺഗ്രസ് പാർട്ടി ഗുണം ചെയ്യും. അത് അങ്ങനെയാണോ എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അതാണ് ഈ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ കഴിയൂ എന്ന് അവർ തോന്നണം, അവർക്ക് മനസ്സിലാവണം. രണ്ടുപേരും അനുഭവ സമ്പത്തുള്ളവരാണ്. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകണോ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണോ എന്നുള്ളതല്ല. മറിച്ച് അവരാഗ്രഹിക്കുന്നതും അവർ സ്വപ്നം കാണുന്നതും അവർ അത് പ്രവർത്തിക്കുന്നതും എല്ലാം കോൺഗ്രസും UDFും അധികാരത്തിൽ വരണം, ഒരു ചേഞ്ച് വേണം, പിണറായി ഭരണത്തിന് അല്ലെങ്കിൽ ഈ 2 തവണ ആവർത്തിച്ച് ഈ ഭരണത്തിന് ഒരു മാറ്റം വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ഇതിൽ ഏത് നേതാവാണെങ്കിലും ഏത് നേതാവ് മുഖ്യമന്ത്രി ആയാലും അവർ ഒരുപക്ഷെ സഹിച്ചെന്നൊക്കെ വരും. ചിലപ്പോൾ ചിലർക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ടാവും, ചിലർക്ക് ഇത്തിരി ഇഷ്ടക്കൂടുതലുണ്ടാവും. പക്ഷെ ഈ 2 നേതാക്കളും അവർക്ക് അത്ര അന്യരൊന്നുമല്ല. ഈ 2 നേതാക്കളെയും അവർക്ക് അവരുടേതായ വിലയുണ്ട്. ഇവർ ആരാണ് മിടുക്കൻ എന്നുള്ളത് ആത്യന്തികമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അതുവരെ ഇവർ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഈ മത്സരിക്കട്ടെ. ഒരു റേസിൽ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും യോഗ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹത്തെ നമുക്ക് അവഗണിക്കേണ്ട കാര്യമില്ല, അതിന്റെ കാര്യവുമില്ല. പക്ഷെ പ്രധാനം ഭരണത്തിലെത്തുക, ഭൂരിപക്ഷം നേടുക എന്നതാണെന്നുള്ള തിരിച്ചറിവിൽ പരസ്പരം ഫൗളുകൾ ചെയ്യാതെ, വെട്ടിവീഴ്ത്താതെ, കുതികാൽ വെട്ടാതെ ആരോഗ്യകരമായിട്ട് മാന്യമായൊരു ഇവരുടെ അനുഭവ സമ്പത്തിന്റെയും അവരുടെ ആ ഒരു രാഷ്ട്രീയ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ഇരുവരും പരസ്പരം ഉൾക്കൊണ്ടും അംഗീകരിച്ചും ഒരു മുന്നോട്ട് പോയി പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചാൽ അതിനുശേഷം നിയമസഭാ കക്ഷിയും അതുപോലെ തന്നെ ഹൈക്കമാൻഡും ചേർന്ന് ആരായിരിക്കണം കേരളത്തെ നയിക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ അത് പാർട്ടിക്ക് വളരെ അഭികാമ്യമായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്. തീർച്ചയായും സജീവൻ, ഇവിടെ നമുക്കറിയാം ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എങ്കിൽ അത് വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല ഒരു വശത്ത് നിന്ന് അദ്ദേഹത്തിന് ഏറെ അടുപ്പമുള്ള സമുദായ സംഘടനകളുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നു. ഇപ്പോൾ NSS, SNDP, സമസ്ത പോലെയുള്ള ആളുകളെ കൂടെ ചേർക്കുന്നു. മറുവശത്ത് VD സതീശനാകട്ടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നു.
താഴെത്തട്ടിൽ വരെയുള്ള അണികളെ, പാർട്ടി നേതാക്കളെയൊക്കെ കാണുന്നു. നമുക്കറിയാം അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉണ്ടായ നിരവധി രാഷ്ട്രീയ വിജയങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു പറ്റം വിജയങ്ങൾ നമുക്കെടുത്ത് കാണിക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നേടിയ വിജയങ്ങൾ അത് വളരെ പ്രധാനമാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ നേടിയ വിജയങ്ങൾ പ്രധാനമാണ്. ഇത് അങ്ങനെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എങ്കിൽ അത് ആ പാർട്ടി ഗുണം ചെയ്യും. നേരെ ശ്രീകുമാർ മൈനിലൊക്കെ പോയി പറഞ്ഞതുപോലെ 40-ന് മുകളിൽ നിയമസഭാ സീറ്റുകൾ നേടുക എന്നത് അസാധ്യവുമല്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? കോൺഗ്രസിനകത്ത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരണം, ആര് നേതാവായാലും ആര് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവാം. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരിൽ എല്ലാവരും അങ്ങനെയല്ല. നമ്മൾ സ്വപ്നം കാണാനൊക്കെ എളുപ്പമാണ്. കാരണം ഇത് കോൺഗ്രസിനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്ത് അധികാരത്തിലേക്ക് കൊണ്ടുവരിക, അതുവരെ നമ്മൾ ഒരു തരത്തിലുള്ള തർക്കത്തിലേക്കും പോകരുത്, എന്നിട്ട് പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിക്കുന്ന ആളുകൾ, അതാണല്ലോ രീതി, അതനുസരിച്ചിട്ട് ആരാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത് അങ്ങനെ ആവട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന, പറയാൻ ഇവരൊക്കെ പറയും. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന, അതിനു വേണ്ടിയിട്ട് യത്നിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കോൺഗ്രസിൽ ഈ ത്യാഗം ചെയ്ത ആളുകളിൽ ആകെയുള്ള ഒരു ഗാന്ധിയാണ്. അക്കാലത്ത് തന്നെ പട്ടേലും നെഹ്റുവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദേശീയ തലത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ ഈ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം കോൺഗ്രസിനകത്തുള്ളതാണ്. അത് ഇവിടെയുമുണ്ട്, എത്രയോ കാലമായിട്ട് ഉള്ളതാണ്. നമ്മൾ ഇതൊക്കെ നല്ല കാര്യം, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞാണെങ്കിലും ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് പ്രാവർത്തികമാകണമെങ്കിൽ അധികാര കൊതിയില്ലാത്ത, എനിക്കിതൊന്നും വേണ്ട, ഞാൻ പ്രത്യേകമായിട്ട് അധികാരത്തിലേക്ക് വരുന്നില്ല, ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല, പൂർണ്ണ സമയവും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞ ഈ രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിപ്രായം പറഞ്ഞ പരിഗണിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് വിചാരിക്കുന്ന പല ആളുകൾക്കും എനിക്കും കിട്ടണം പണം എന്നുള്ളത് തന്നെയാണ്. എനിക്കും കിട്ടണം പണമല്ല, സ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവരിതൊക്കെ പറയുന്നത്. ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രമേശ് ചെന്നിത്തല വളരെ കൃത്യമായിട്ടും അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചു. അത് ഉപയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നും ഇന്നലെയൊന്നുമല്ല. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് UDF പ്രതിപക്ഷത്ത് പോയപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം മത്സരിച്ച് ജയിച്ച ആളാണല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിനെ മാറ്റിയിട്ടാണ് വി.ഡി. സതീശനും വരുന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ രമേശിനോട് ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾ ഈ അധികാര സ്ഥാനത്ത് നിന്നൊക്കെ പിന്മാറാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ അതിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരിക്കുന്നു പറഞ്ഞു. ആ രമേശ് ചെന്നിത്തല പറഞ്ഞ് ശരിയാണ്. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി ആണെങ്കിലും അതിന് മുമ്പ് A.K. ആന്റണി ആണെങ്കിലും അതിന് മുമ്പ് കരുണാകരനാണെങ്കിലും ഒക്കെ അവരൊക്കെ കുറേ കാലം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ അടുത്ത തവണ വന്നിട്ടുള്ളതാണ്. അതേപോലെ ഇവിടെ സീനിയോറിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ജനകീയതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മുന്നിലുള്ള രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് വളരെ പൂർണ്ണമായിട്ട് ഒതുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അവിടെ രമേശ് ചെന്നിത്തല വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ നോക്കേണ്ടത് രമേശ് ചെന്നിത്തല ഈ ഗാർഗെ ശശി തരൂർ തമ്മിലുള്ള പോരാട്ടത്തിൽ അവിടെ പരസ്യമായിട്ട് ഗാർഗയ്ക്ക് വേണ്ടിയിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുള്ള കേരളത്തിലെ ഏക നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ലക്ഷ്യം, ഗാർഗയുടെ പിന്നാലെ പോകുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഞാനും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന വി.ഡി. സതീശൻ എന്താണ് പറഞ്ഞത്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായ സമയത്ത് നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങില്ല എന്നുള്ളതാണ്. അത് ഇവിടെയുള്ള സമുദായ നേതാക്കന്മാർക്കൊക്കെ ചൊടിച്ച കാര്യമാണ്. സ്വാഭാവികമായിട്ടും അവർ കിട്ടാവുന്നൊരവസരത്തിൽ വി.ഡി. സതീശനെ മാറ്റിയിട്ട് പകരക്കാരെന്നുള്ള നിലയ്ക്ക് ഒരാളെ കണ്ടെത്തുന്നു. ഈ NSSന്റെ താല്പര്യക്കുറവുകൊണ്ടൊന്നുമില്ല രമേശ് ചെന്നിത്തല കൈവിട്ടത് ആദ്യകാലത്ത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്നെ ഒരു സമുദായത്തിന്റെ കീഴിൽ ഒതുക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അതാണ് അവർ തമ്മിൽ വിടവിന്റെ പ്രശ്നം. പക്ഷെ ഇപ്പോഴും സുകുമാരൻ നായർ പറഞ്ഞ പോലെ ഞങ്ങളുടെ മുറ്റത്ത് കളിച്ചു വളർന്നിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവർക്ക് ഇഷ്ടമാണ്. വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് മാറ്റി
പറഞ്ഞെങ്കിൽ സുകുമാരൻ നായരോടുള്ള വിരോധം കൊണ്ട് ചില കാര്യങ്ങൾ മാറ്റി പറഞ്ഞെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയിട്ടാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്. ഈ രണ്ട് നേതാക്കന്മാർക്കും ഇവിടെ എത്രമാത്രം വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അവർ വിചാരിച്ചാലൊന്നും നായർ വോട്ടും ഈഴവ വോട്ടൊന്നും മാറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടുകളാണെന്നുള്ള ഈ രണ്ട് സമുദായത്തിലും പരമാവധിയുള്ളു. വളരെ കുറച്ച് ആളുകൾ മാത്രം ഒരുപക്ഷെ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെ ഒക്കെ വാക്ക് കേട്ടേക്കാം. പക്ഷേ ഈ സമുദായ നേതാക്കന്മാരുടെ പിന്തുണ അവിടെ കിട്ടുന്നു. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് മുനമ്പം വിഷയത്തിൽ വി ഡി സതീശൻ ആവശ്യമില്ലാതെ അനവസരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അത് ലീഗ് അണികൾ, അത് മറ്റുള്ള പോലെയല്ല, ലീഗ് അണികൾക്ക് വലിയ പ്രശ്നം, മുസ്ലിം സമുദായത്തിന് മൊത്തമായി പ്രശ്നമുള്ളതാണ്. എല്ലാ മുസ്ലിം സമുദായങ്ങളും ചേർന്നിട്ട് പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണ്, അത് ആ രീതിയിൽ തന്നെ പരിഗണിക്കുന്നു പറഞ്ഞപ്പോൾ വി ഡി സതീശൻ കർക്കശമായി പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ്. ആ വഖഫ് ഭൂമി, അത് ഞാനും ഒരു പക്ഷേ ആ നിയമപരമായിട്ട് അതിനോട് യോജിക്കുന്ന ഒരാളാണ്. കാരണം ഈ അഗ്രിമെന്റിൽ ഇവർ നമ്മൾ ഉടമ്പടിയിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ വഖഫ് ഭൂമി ആവാൻ സാധ്യതയില്ല. ഇതിൽ കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് വഖഫ് ഭൂമി ആവില്ല എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. പക്ഷേ അത് മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് പ്രശ്നമുണ്ടാക്കിയതാണ്. അത് ആ ഘട്ടത്തിൽ അതിൽ വളരെ ഇതെങ്ങനെ സമവായത്തോടു കൂടി പരിഹരിക്കണമെന്ന് ലീഗ് നേതാക്കന്മാർ തീരുമാനിക്കുമ്പോൾ ഷാജിയും ബഷീറും ഇവർ വളരെ കൃത്യമായിട്ടും ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തി. സതീശിന്റെ വാക്കുകൾ തള്ളി പറഞ്ഞു. കോൺഗ്രസിനകത്ത് MMSN ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ തള്ളി പറഞ്ഞു. അത് മുസ്ലിം സമുദായത്തിൽ ഈ സതീശിനോടുള്ള ഒരു വലിയ പിണക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമുദായ നേതാക്കന്മാരിലല്ല, സമുദായത്തിനകത്ത്. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ജാമിയ നൂരിയയിൽ കണ്ടത്. ജാമിയ നൂരിയ എന്ന് എല്ലാവരും പറയുമ്പോൾ സമസ്തയുടെ കീഴിലാണ് ഈ സ്ഥാപനം. ഹംസയ്ക്കൊക്കെ അറിയാം സമസ്തയുടെ കീഴിൽ. പക്ഷേ അതിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും പാണക്കാട് തങ്ങന്മാരുടെ അടുത്താണ്. ഇപ്പോ സാദിഖ് അലി തങ്ങളാണ് അതിന്റെ പ്രസിഡന്റ്. അതിന്റെ അടുത്ത ചുമതലക്കാരനായിട്ടുള്ളത് അമിത് അലി തങ്ങളാണ്. അപ്പൊ ഇങ്ങനെ അവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെയാണ് അവർ പിന്തുണയ്ക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ അബ്ബാസ് അലി തങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല, അതൊക്കെ പോട്ടെ, അത് സ്വാഭാവികമായിട്ടും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു തവണ ഒരാൾ വിളിക്കുന്നു, വേറെ തവണ വേറൊരാൾ വിളിക്കുന്നു ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനെക്കുറിച്ച് സാദിഖ് അലി തങ്ങളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ വല്ല രാഷ്ട്രീയവുമുണ്ടോ, ഇതിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളോ ഇപ്പോഴതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ ഒരാളെ വിളിച്ചു, കോൺഗ്രസിൽ ഒരാളെ കിട്ടി, ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതല്ല. അദ്ദേഹം വളരെ കരുതലോടുകൂടി, സാദിഖ് അലി തങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ വളരെ കരുതലോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. പൊളിറ്റിക്സ് നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് സ്വാഭാവികമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കാണാതെ, ഇപ്പൊ മുനീർ ഇപ്പൊ പറഞ്ഞത് നമ്മൾ നോക്കേണ്ട, മുനീറിനേക്കാൾ കൂടുതൽ നമ്മൾ കണക്കിലെടുക്കേണ്ട വാക്ക് സാദിഖ് അലി തങ്ങളുടേതാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഈ പ്രത്യേക സതീശിനേക്കാൾ വലിയ ആളായിട്ട് ചെന്നിത്തലയെ കാണുന്നില്ല എന്ന് ഇവരാരും പറയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കറിയാം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം തന്നെ കിടക്കുന്നത് ഈ ഇത്തരം കുറെ പ്രശ്നത്തിന്റെ പേരിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലീഗിന് സമസ്തയുടെ ഒക്കെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ മറ്റു സമുദായ സംഘടനകളുടെ നിലപാടിന് വിരുദ്ധമായിട്ട് ഈ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ ഒരാളെ ലീഗ് താങ്ങിക്കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. എല്ലാ ആളുകളും ലീഗിന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സാമുദായികമായിട്ട് അവർ വളരെ താല്പര്യമുള്ള ആളുകളാണ്, അതിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന ആൾ. അപ്പം ആ ഒരു പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് വളരെ ബോധപൂർവം തന്നെയാണ് സാദിഖ് അലി തങ്ങൾ ഈ നിലപാടെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല മുൻകൈ ഇട്ടിറങ്ങി ഇത്തരം സമുദായ സംഘടനകളെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തിയാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുകയുള്ളൂ, സംശയമില്ല. വി ഡി സതീശൻ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ കെ മുരളീധരന് MMSനും ഒക്കെയാണല്ലോ ഈ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരിൽ പ്രമുഖർ എന്നും മാധ്യമങ്ങളെ കാണുന്ന ആളുകളാണ്. അവരാരും ഈ രമേശ് ചെന്നിത്തലയുടെ നീക്കത്തെ പോസിറ്റീവായി കണ്ട് പോസിറ്റീവായ ഒരു മറുപടി തന്നതായി കണ്ടില്ല. അങ്ങനെ ഒരു പ്രശംസിച്ചാൽ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവില്ല എന്ന് കുറച്ച് കടത്തിയാണ് മുരളീധരൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ സജീവൻ സാറൊക്കെ പറഞ്ഞതുപോലെ ഈ മുനമ്പം സമരം
ലീഗുമായി ബന്ധപ്പെട്ട മുനമ്പം വിഷയത്തിലെ അഭിപ്രായ പ്രകടനം ലീഗിന് എത്രത്തോളം പൊള്ളി എന്ന കാര്യം അവിടെ യുവ നേതാക്കളിലൂടെ പുറത്തു വന്നതാണ്. അവിടെ ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം മുനമ്പം സമരരംഗത്തേക്ക് അതിന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് രമേശ് ചെന്നിത്തല അതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഈ സജീവമല്ലാത്ത പല നേതാക്കന്മാരുമായിട്ടും പഴയ അത്ര സജീവമല്ലാത്ത ഐ ഗ്രൂപ്പിൻ്റെ ആളുകളുമായിട്ടും ഒക്കെ സംസാരിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി 1.5 വർഷം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ ഈ നീക്കങ്ങൾ അത് പോസിറ്റീവായി കോൺഗ്രസിൽ സംഭവിക്കും എന്ന് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? ആ ഒരു രീതി അല്ലല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി ഗ്രൂപ്പുകളില്ല എന്ന് പറയുന്നു. വി.ഡി. സതീശനും കെ. സുധാകരന് മുൻപിൽ നയിക്കുന്നു എന്ന് പറയുന്നു. അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അങ്ങനെ രമേശ് ചെന്നിത്തലയും സതീശനും ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കരുതാൻ സാധിക്കുമോ ഈ സാഹചര്യങ്ങളിൽ? അല്ല, അങ്ങനെ തന്നെ നടക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം വെച്ചാൽ കോൺഗ്രസിനെ UDF അധികാരത്തിൽ എത്തിച്ചാൽ മാത്രമേ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്നുള്ള ചോദ്യം വരുന്നുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാതെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചിട്ട് തർക്കിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇവർ രണ്ടുപേരുടെയും ഉദ്ദേശം കോൺഗ്രസിൻ്റെ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സാമുദായിക സംഘടനകളായിട്ട് കുറച്ചുകൂടെ അടുത്ത ബന്ധമുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ആ വസ്തുത ഈ കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാതെ. കാരണം കെ. കരുണാകരൻ, A.K. ആന്റണി, ഉമ്മൻചാണ്ടി അതിന് രമേശ് ചെന്നിത്തലയ്ക്കാണ് സമുദായ സംഘടനകളായിട്ട് നല്ല റാപ്പുള്ളത് അദ്ദേഹത്തിനാണ്. അപ്പോൾ ഏറ്റവും നല്ല റാപ്പുള്ളവരാണ് ആ രംഗത്ത് ഇറങ്ങിയിട്ട് അവരെ കൂടുതൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തേണ്ടത്. അത് അതിൻ്റെ ഒരു കെമിസ്ട്രി, അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് പോയിട്ട് നാളെ അവരെ അനുനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി.ഡി. സതീശൻ്റെ ക്വാളിറ്റി ഉണ്ട്, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന സമുദായ സംഘടനകളായിട്ടും ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള മുഖം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ സമുദായ സംഘടനകളായിട്ട് കൂടുതൽ ആശയവിനിമയം നടത്തുകയും അവരെ കൂടുതൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഗുണകരമല്ലാതെ ദോഷകരമായ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അതെങ്ങനെ ദോഷകരമായിട്ട് സംഭവിക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മതാത്മക രാജ്യമാണ്. വളരെ മതാത്മകമായ രാജ്യത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾ നോർത്ത് ഇന്ത്യ ഇലക്ഷനൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ജാതിയുടെ കളിയാണ് അവിടെ പോയത്. അതുപോലെ ഏതാണ് അത്ര വരിയില്ലെങ്കിലും തത്തുല്യമായ രീതിയിലല്ലെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടെ താഴെ ജാതിയും മതമൊക്കെ ശക്തമായിട്ട് നമ്മുടെ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളായിട്ട് ഇടപെടുന്നുണ്ട്, ചില മണ്ഡലങ്ങളിൽ ഒഴിച്ച്. അപ്പോൾ ഏറ്റവും അധികം സമുദായ സമുദായങ്ങളെയും കൂടെ നിർത്താൻ കഴിയുന്നു, ആ മുന്നണിക്ക്, ആ പാർട്ടിക്ക് ഭരണത്തിലെത്താൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ആ ഒരു അത്തരം നിലപാടിലേക്കാണ് ഈ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു സമുദായങ്ങളുമായിട്ടുള്ള ഈ ആശയവിനിമയത്തെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടത്. അല്ലാണ്ടത് സതീശ് വേറൊരാളിനെ മോശമാക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് കഴിയില്ല, അങ്ങനെ ആകാനല്ല. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു മത്സരം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 2026 വീണ്ടും പരിതാപരാവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഇല്ലാതിരുന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ ആർക്കും മുഖ്യമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ എടുക്കുന്ന ഈ സമുദായങ്ങളെ കൂട്ടുചേർന്ന് അല്ലെങ്കിൽ സമുദായങ്ങളുമായിട്ടുള്ള ഈ നല്ലൊരു റാപ്പോയും നല്ലൊരു ആശയവിനിമയം നടത്തുക എന്നുള്ളത് കൃത്യമായിട്ടൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് UDF ഉള്ളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ആരാണ് ഇതിനെതിരെ പറയുന്നത് പറഞ്ഞാൽ MM ഹസനും കെ മുരളീധരനും മാത്രമാണ്. MM ഹസനും കെ മുരളീധരനും കോൺഗ്രസിലുള്ള ഇപ്പോൾ ഉള്ള റോൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ലിമിറ്റ് വരെ അവരുടെ റോൾ ഉണ്ടെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുമല്ല വിഷയം. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡും ഹൈക്കമാൻഡിലെ നേതാക്കളും കേരളത്തിലെ നേതാക്കളും എല്ലാം ഈ സാമുദായിക സംഘടനകളെ കൂടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ 100% അവർ ഒരുമിച്ച് നിൽക്കുകയാണ് അക്കാര്യത്തിൽ. അല്ലെങ്കിൽ അവരുടെ ഏകാഭിപ്രായക്കാരാണ് അവർ. ഈ സമുദായ സംഘടനകളെ കൂടെ കൊണ്ടുവരാതെ കോൺഗ്രസ് UDF ഒരിക്കലും ഭരണത്തിലെത്തുന്ന പ്രശ്നമേ ഇല്ല. അത് NSS ആയാലും SNDP ആയാലും ലീഗായാലും മറ്റ് ലീഗ് ഇതര മുസ്ലിം സംഘടനകളായാലും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളായാലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരായാലും ഇവരെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് മാത്രമേ UDF-ന് 2026 തെരഞ്ഞെടുപ്പിൽ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലാണ്ട് സമുദായ നേതാക്കളുടെ തിണ്ണനിരകളൊന്നും അല്ല അത്. കാരണം വെച്ചാൽ പിണറായി വിജയൻ സമുദായ നേതാക്കളെ ഹാൻഡിൽ ചെയ്തത്ര വേറെ ആരും കഴിഞ്ഞ 10 വർഷത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ല. എല്ലാ സമുദായ നേതാക്കളും അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥ കോൺഗ്രസിൽ കൊണ്ടുവരാൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹം കുറച്ചുകൂടി സീനിയറാണ്, KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. വലിയൊരു ക്യാൻവാസിൽ അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവരൊക്കെയായിട്ടൊക്കെ നല്ല ബന്ധം. വലിയൊരു ക്യാൻവാസിൽ 8 വർഷം KPC പ്രസിഡന്റ് ആയിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ബന്ധം ഇവർക്കുള്ളത്. ആ ബന്ധം നന്നായിട്ട് ഉപയോഗിച്ച് പൊളിറ്റിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കുക, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് UDF ചെയ്യേണ്ടത്. അത് ചെയ്താൽ ഭരണത്തിൽ വരും. ഭരണത്തിൽ വന്നതിന് ശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. തീർച്ചയായും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കെ. ഹംസ, ഇവിടെ നമുക്കറിയാം ലീഗിന് വളരെ പ്രാധാന്യത്തോടെ ലീഗ് കാണുന്ന ഒരു കാര്യം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരള കോൺഗ്രസിനെ തിരികെ UDF-ൽ കൊണ്ടുവരിക എന്നുള്ളത് അത് ലീഗും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കാരണം കേരള കോൺഗ്രസുമായും മാണി സാറുമായും ഒക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ് ലീഗ് നേതാക്കളൊക്കെ തന്നെ. കേരള കോൺഗ്രസ് തിരിച്ച് UDF-ലേക്ക് വന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റം ചെറുതായിരിക്കില്ല, മധ്യകേരളത്തിലടക്കം.
അത് RJDയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നണി വിപുലീകരണത്തിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് ലീഗ് നേതാക്കന്മാർ അടക്കം പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരം സാഹചര്യത്തിലൊക്കെ എടുത്ത് നോക്കിയാൽ ഈ പുതിയ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ റോള് പ്രാധാന്യമൊക്കെ ലീഗ് കുറച്ചുകൂടി കൂടുതൽ കണ്ടാൽ അത് അത്ഭുതപ്പെടാനില്ലല്ലോ. ഏറ്റവും കൂടുതൽ അത്തരം നീക്കങ്ങൾ നടത്താൻ എന്താണ് കോൺഗ്രസിൽ മിടുക്കരായ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യം സംശയമില്ല. ശ്രീ രഞ്ജിത്ത്, കോൺഗ്രസിലൊരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി ഉയർന്നു വരാൻ എന്തുകൊണ്ടും യോഗ്യൻ ശ്രീ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ രമേശ് ചെന്നിത്തലയുടെ ആ രംഗത്തേക്കുള്ള പ്രയാണത്തിൽ അതിന്റെ കുതികാല് വെട്ടാൻ ഇറങ്ങുന്നത് ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നത് തെളിഞ്ഞു കഴിഞ്ഞൊരു വസ്തുതയാണ്. അതിന്റെ തെളിവുകളാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല അത്ര നല്ല ഒരു സഹകാരി അല്ല ലീഗിന്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി അത്ര നല്ല ബന്ധത്തിലുമല്ല ശ്രീ രമേശ് ചെന്നിത്തലയുള്ളത്. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളുകള്ളികൾ നന്നായി അറിയുന്നത് കൊണ്ടുകൂടി പറയുകയാണ്. അദ്ദേഹം I ഗ്രൂപ്പിനോട് തന്നെ എതിർപ്പുള്ളയാളായിരുന്നു, A ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്നയാളായിരുന്നു ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. ലീഗിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് I ഗ്രൂപ്പുമായി യോജിച്ച് നിന്നത്. 91 ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ തന്നെ VD സതീശനെ UDFന്റെ നേതൃനിരയിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ലീഗിന് പറ്റില്ല. അതിലാണ് ലീഗ് കുടുങ്ങിയിട്ടുള്ളത്. മുനമ്പം വിഷയം ലീഗിന്റെ അണ്ണാക്കിൽ കുടുങ്ങിയ മുള്ളാണ്. അത് ലീഗിനെ കൊണ്ട് നശിപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. VD സതീശൻ ശരിക്കു പറഞ്ഞാൽ ലീഗിന്റെ ഒരു വിക്ടിമൈസ്ഡ് ആയതാണ്. ലീഗിനോട് ചോദിച്ചും ലീഗിന്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം അത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത്. കോടതിയും ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഒക്കെ വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ച ഒരു സംഗതിയിൽ ഞാനിത് വഖഫ് ആധാരമായി വഖഫ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഡോണർ അത് പറയുമ്പോൾ അതിന്റെ വാക്കി വ്യക്തമായി എഴുതിയിട്ടുള്ള ഒരു ആധാരത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഇടയിൽ വേറെന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് അല്ലാതിരിക്കില്ലല്ലോ. വഖഫ് എന്ന് ഒരിക്കൽ പറഞ്ഞാൽ വഖഫ് തന്നെയാണ്. ഇതില് ലീഗിന്റെ ചില ആളുകള് ഇതിനകത്ത് കുറെ കള്ളക്കളികൾ കളിച്ചു. ആ കള്ളക്കളികള് മുസ്ലിം സമുദായം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലീഗിന് ഈ തെരഞ്ഞെടുപ്പും ഒരു ബാലിക റാമല തന്നെയായിരിക്കും എന്നതിനും സംശയമില്ല. കാരണം ഈ ഫാറൂഖ് കോളേജിന്റെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ലീഗ് കമ്മിറ്റിയാണ് ഫാറൂഖ് കോളേജ് കമ്മിറ്റി. ഫാറൂഖ് കോളേജ് കമ്മിറ്റിയാണ് ഇത് വിറ്റത്. ഫാറൂഖ് കോളേജിന്റെ കമ്മിറ്റി വിൽക്കാൻ ലീഗിന്റെ ഒത്താശയോട് കൂടിയാണ് വിറ്റത്. ലീഗ് തന്നെയാണ് വിറ്റത്. കാരണം 2-3 തന്നെയാണ്. അത് വിൽക്കാൻ ഏൽപ്പിച്ചതോ ശ്രീ MV പോൾ എന്നുള്ള കോൺഗ്രസ് നേതാവിനെയാണ്. MV പോളും ഫാറൂഖ് കോളേജും തമ്മിലുണ്ടായിരുന്ന ലീഗ് നേതൃത്വത്തിന്റെ ഒത്താശയോട് കൂടി വഖഫ് ഭൂമി വിറ്റു. കുറേ നിരപരാധികളായ പാവങ്ങളെ പ്രയാസത്തിലാക്കി. ആ പാവങ്ങളുടെ കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പതി ഉള്ളത്. അവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് വിറ്റ പണം എവിടെ പോയി എന്നതിലേക്ക് ആരും ഇതുവരെ തെരഞ്ഞു നോക്കിയിട്ടില്ല. ശരിക്കും ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെയല്ല, ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയാൻ മടി കാണിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ വായിലൊരു നാക്കുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മെഡിക്കൽ കമ്മീഷനെയായിരുന്നു ഇപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടത്. അത്രമാത്രം അപഹാസ്യമായിട്ടുണ്ട് ലീഗിന്റെ നിലപാട്. അല്ല, ലീഗിന്റെ ഷാജിയെ പോലുള്ള നേതാക്കൾ വലിയ ശക്തമായ ഭാഷയിൽ സതീഷിനെ പറയുന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് ഈ പറഞ്ഞ റിഫ്റ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. ആ ഷാജി അപ്പൊ തന്നെ ഒതുക്കും ചെയ്തല്ലോ. മേലിൽ മിണ്ടിപ്പോയാൽ നാക്കിറക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് ഷാജി പിന്നെ മിണ്ടിട്ടില്ല ആ കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി തന്നെ അപ്പൊ തന്നെ മറുപടി കൊടുത്തല്ലോ ഷാജിക്ക്. ആരും അതിന്റെ മീതയാവണ്ട, പാണക്കാട്ട് തങ്ങളുടെ മീതെ ആരും ആവണ്ട. കാരണം പാണക്കാട്ട് തങ്ങളുടെ ഒരു നിലപാടുണ്ട്. അദ്ദേഹം എന്നിട്ട് അരമനകൾ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹാഗിയ സോഫിയ വിഷയം കൂടി ഇതിനോട് കൂട്ടിക്കണപ്പിച്ചാണ്ട് ഒരു കോംപ്രമൈസ് ആക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുവോ? കാരണം രേഖകൾ വ്യക്തമായി കിടക്കുകയല്ലേ. ലീഗിന്റെ നിലപാട് വഖഫ് ഭൂമി പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിച്ച് ഒരുപാട് നിരപരാധികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതുമല്ല ലീഗിന്റെ പ്രശ്നമുള്ളത്. അവിടെ റിസോർട്ട് മാഫിയ, അവിടെ ബാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് മാഫിയയുടെ മാസപ്പടി പോകുന്നുണ്ട്, എവിടേക്ക് പോകുന്നു എന്നതുകൂടി അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ലീഗിന് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ അരമനകൾ കൂടി പോകുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലീഗിനൊരു നിലപാടില്ല.
ശരിക്കു പറഞ്ഞാൽ ലീഗ് ഒരു വലിയ നാണം കെട്ട ഒരു അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലീഗിന്റെ സപ്പോർട്ട് വാങ്ങിയത് കൊണ്ടൊന്നും രമേശ് ചെന്നിത്തലക്ക് കാര്യങ്ങൾ എളുപ്പമാകാൻ സാധ്യതയില്ല. മലബാറിൽ അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ വെച്ചിട്ട് പോലും ചന്ദ്രികയുടെ ഫ്രണ്ട് പേജിൽ പകുതി പേജോളം വന്നിട്ട് 2 വരികളൂടെ അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ പോയത് ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതിനുള്ളിൽ 2 ഭിന്നിപ്പ് നടക്കുകയാണ് ലീഗിന്റെ ഉള്ളിൽ. ആ ഭിന്നിപ്പ് ഇപ്പൊ അതിശക്തമായിട്ടുണ്ട്. ലീഗിന്റെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക നേതൃത്വം വെട്ടിലായി കഴിഞ്ഞിട്ടുണ്ട്. ആ 2ാം കട വിഭാഗമുണ്ടല്ലോ, അവരാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പമല്ല. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചല്ലോ മറ്റൊരു കാര്യം, കേരള കോൺഗ്രസിന്റെ അവനവന്റെ മുറ്റമടിക്കാതെ ആരാന്റെ മുറ്റടിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? കേരള കോൺഗ്രസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ലീഗ് തന്നെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലപാടിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും കേരള കോൺഗ്രസ് മാറുകയില്ല. മാത്രമല്ല 10 വർഷക്കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ സുസ്ഥിര ഭരണം നടത്തിയ, ഉറച്ച ഭരണം നടത്തിയ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. ആദ്യ ഗവൺമെന്റ് അല്ലേ ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ജനങ്ങൾക്കൊരു സുസ്ഥിര ഭരണം, ഒരു ഉറച്ച ഭരണം, ഉറച്ച നേതൃത്വം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ നേതൃത്വത്തിന്റെ കീഴിൽ ചില സാമുദായിക നേതാക്കളെ കാണുമ്പോൾ അവര് തിണ്ണ നിറങ്ങ എന്ന് പറഞ്ഞല്ലോ. തിണ്ണ നിറങ്ങ എന്ന് പറഞ്ഞ ആളുകളെ സാമുദായിക സംഘടനകളെയും നേതാക്കളെയും അടുക്കള നിറങ്ങിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അറിയുന്നില്ല, പിൻവാതിലിലൂടെയാണ് പോകുന്നത്, അടുക്കള ഭാഗത്തു കൂടെ അടുക്കള നിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് പറയുകയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടുകൾ എടുക്കാറില്ലല്ലോ. അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞാൽ അത് ഉറച്ച നിലപാടാണല്ലോ, അഭിപ്രായം പറഞ്ഞാൽ അത് ഉറച്ച അഭിപ്രായമാണല്ലോ. ആ അഭിപ്രായം പറയുമ്പോൾ അത് ആർക്ക് ബാധിക്കും, ആർക്ക് പ്രതികൂലമായി ബാധിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കാറേ ഇല്ലല്ലോ. ഇപ്പൊ സനാതന ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ് വി.ഡി. സതീശൻ അതിന് കയർത്ത് പറഞ്ഞത്? അത് നല്ലതാന്നാ വി.ഡി. സതീശൻ പറയുന്നത്. പിന്നെ NSSന്റെ കാര്യം നമ്മൾ സൂചിച്ചല്ലോ. NSSന്റെ വിഷയം ഇപ്പൊ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ തന്നെ അന്ന് പറഞ്ഞത്, ഞാൻ ചെറുപ്പമായിരുന്നുവെങ്കിൽ RSS ചേരുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സാമുദായിക കൂട്ടുകെട്ട് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് കൂടി UDF ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. ലീഗിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് പോലും ജമാഅത്തെ ഇസ്ലാമിയാണ്. ശരി, തിരിച്ചു വരാം. ശ്രീ സജീവൻ, ഇവിടെ നമുക്കറിയാം ഈ ഗ്രൂപ്പുകളില്ലാത്ത കോൺഗ്രസ് കഴിഞ്ഞ കുറെ നാളുകളായി ഗ്രൂപ്പുകൾ സജീവമല്ല, 1-2 നേതാക്കന്മാരുടെ കീഴിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. പക്ഷേ അവിടെയും നമുക്കറിയാം പാലക്കാട്ടൊക്കെ വലിയ വിജയം കോൺഗ്രസിന് നേടാൻ സാധിച്ചു, ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. പൊതുവേ ഒരു UDF അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. പക്ഷെ അപ്പോഴും ഇത്തരം നേതാക്കന്മാർ സജീവമല്ലാത്ത ഇരുന്നവർ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയൊക്കെ നമുക്ക് ചില വാർത്തകൾ പുറത്തു വരുന്ന സജീവമല്ലാത്തവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതും രമേശ് ചെന്നിത്തലയെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. രമേശ് ചെന്നിത്തല നേതാവിൻ്റെ ഒരുപാട് പ്രാഗൽഭ്യങ്ങൾ മാറ്റി നിർത്താൻ പറ്റില്ല. അത് ഗുണം ചെയ്യുമെന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നതിനോട് യോജിപ്പുള്ള ആൾ കൂടിയാണല്ലോ അല്ലേ രമേശ് ചെന്നിത്തല. സജീവമാവുകയും അദ്ദേഹം ഇത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്താൽ ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ആ പാർട്ടിക്ക് തന്നെയാണ്. അത് സതീഷിനായാലും ആ നിലപാടിൽ തന്നെയുള്ള ആളാണ് ഇതുവരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ചേലക്കരയുടെ കാര്യം അങ്ങനെയല്ല മിസ്റ്റർ സജിത്ത്. ശ്രീ സജീവൻ, തിരിച്ചു വരാം സാർ. അതല്ല, ഈ താങ്കൾ പറഞ്ഞ പോലെ സതീശന് ഇതേപോലെ രമേശ് ചെന്നിത്തല NSSന്റെ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിനെ പറ്റി പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നുള്ള നമ്മൾ നോക്കണം. അതല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ കോൺഗ്രസിനെ ഗുണം ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അതിനോട് വളരെയധികം പോസിറ്റീവായിട്ടല്ല ഉള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, കുറേ കാലമായിട്ട് ഗ്രൂപ്പില്ലായ്മ ഉണ്ടായിട്ടില്ലല്ലോ. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ശ്രമിച്ചിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞത്, ഇനിയെങ്കിലും നിങ്ങൾ ഈ അടി നിർത്ത്, എന്നിട്ട് പാർട്ടിയെ രക്ഷിക്കാൻ നോക്ക്, അത് കഴിഞ്ഞ് നമുക്ക് പരസ്പരം തല്ലുമ്പോൾ ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ആദ്യഘട്ടത്തിൽ VM സുധീരനെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ KPCC പ്രസിഡന്റുമാരാക്കിയത്. അവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാതെ നിൽക്കുന്ന ആളുകൾ എന്നതിൽ. പക്ഷെ എന്ത് സംഭവിച്ച് VM സുധീരൻ വന്നപ്പം സുധീരനെ 4 ഭാഗത്തും കുത്തിയിട്ട് മറിച്ചിട്ടു. സുധീരന് മോശമല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഏതൊക്കെ രീതിയിൽ, അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ വി.ഡി. സതീശൻ. എത്ര രൂക്ഷമായിട്ടാണ് KPCC പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഷാനിമോൾ ഉസ്മാൻ എത്ര രൂക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു. പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് മുല്ലപ്പള്ളിക്ക് ശേഷം വന്നിട്ടുള്ള സുധാകരൻ ഒരു പക്ഷത്ത് നിൽക്കുന്നു, സതീശൻ, ഇവരെല്ലാം കൂടി ചേർന്ന ഒരു ടീമായിട്ട് പോകുന്നു വിചാരിച്ചു. നമ്മൾ പരസ്യമായിട്ട് പലതും കണ്ടാണല്ലോ എത്ര മോശമായ വാക്കിലാണ് അവർ പരസ്പരം പറഞ്ഞു എന്നുള്ള കാര്യവും നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് തല്ലുകൂടുന്ന രീതിയിൽ അത് പണ്ട് ഉണ്ടായിരുന്നില്ല. അത്രയും വളരെ മോശമായ പ്രതികരണങ്ങളും മറ്റും നമ്മൾ കണ്ടപ്പോൾ ഗ്രൂപ്പ് കളിയുണ്ട്. ഇത് മറ്റ് രണ്ട് ഗ്രൂപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഐ ഗ്രൂപ്പിനെയും എ ഗ്രൂപ്പിനെയൊക്കെ ഒതുക്കുകയോ അല്ലെങ്കിൽ പിളർത്തിയിട്ട് കുറേ പേര് ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ളൊരു കളി നടന്നെങ്കിൽ പോലും പിന്നീട് അതിനെതിരെയുള്ള പ്രതികരണങ്ങളുണ്ടായി. അതാണ് ചാണ്ടിയുമ്മനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്നെ ഒതുക്കി, എനിക്കൊരു ഒരു അവസരവും തന്നില്ല, എന്നെ ഇതിൽ പങ്കെടുപ്പിച്ചതേ ഇല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ പ്രതികരണങ്ങളാണ്. ഈ പ്രതികരണങ്ങൾക്കിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ പുതിയ ഉദയം. അദ്ദേഹം ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പിനും പഴയ ഐ ഗ്രൂപ്പിനെയും എ ഗ്രൂപ്പിനെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, കാരണം ഈ ആളുകളോട് പോരാടി വിജയിക്കണമെങ്കിൽ അത് വേണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിനിടയിൽ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും സത്യത്തിൽ പുറത്തകത്തുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ചാടിപ്പോകുന്ന മുരളീധരനെ പോലെ അയാൾക്ക് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല, അറിയാതെ പറഞ്ഞു പോകും. ആ ഒരു കുഴപ്പം മുരളീധരന് രാഷ്ട്രീയത്തിൽ വളരെയധികം ദോഷം ചെയ്തിട്ടും ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ലേ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കൊതിക്കറിവിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു കാലത്ത് KPCC പ്രസിഡന്റ് ആയിരുന്ന പ്രതാപവാനായിരുന്ന മുഖ്യമന്ത്രി ആവാൻ സാധ്യത വളരെ ഉണ്ടായിരുന്ന ആളാണ് മുരളീധരൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെ പിറകിലേക്കാണ്. 1, 2, 3, 4, 5 സ്ഥാനത്തൊന്നും അദ്ദേഹം ഇല്ല. പിന്നീട് ഹസൻ എ ഗ്രൂപ്പിലെ ശക്തനായ നേതാവായിരുന്നു. ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് UDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടെങ്കിൽ പോലും അത് ഹസനൊന്നും ഒരു തീരുമാനത്തിലില്ല. അവിടെ UDF ചെയർമാൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോരാട്ടങ്ങളൊക്കെ നിൽക്കുന്നത്. കോൺഗ്രസിനെ ഒറ്റക്കെട്ടായിട്ട് നയിക്കുക എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഹൈക്കമാൻഡ് ഇവിടെ ഇടപെടണം. ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്രയും കാലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇടപെടുന്നതേയില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് 2019 സംഭവിച്ചത് തന്നെയാണ് 2024. അതിന് പ്രധാന കാരണങ്ങളൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഇവിടേക്കുള്ള വരവാണ്. അതായത് വളരെ ഇവിടെയുള്ള ആളുകൾക്ക് മൊത്തമായിട്ട് ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും ഈ ന്യൂനപക്ഷ വിഭാഗത്തിനൊക്കെ ആവേശമുണ്ടാക്കിയ ഒരു ഇതാണ്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും 2019 ആ സമയത്താണെങ്കിലും മുല്ലപ്പള്ളിയുടെ നേട്ടമല്ല, ഇപ്പോൾ അത് കെ സുധാകരൻ്റെയോ അല്ലെങ്കിൽ VD സതീശിൻ്റെ നേട്ടമായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. പിന്നീടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം, ഉപതെരഞ്ഞെടുപ്പിൽ പഴയ ഈ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ രൂപത്തിൽ അത് അതേപടി തന്നെയാണല്ലോ. വയനാട് UDF ആ വയനാട് മണ്ഡലമുണ്ടായ ആ നിമിഷം മുതൽ അത് UDFൻ്റേതാണ്. അപ്പോൾ പിന്നെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ അല്ല പ്രിയങ്ക ഗാന്ധിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആവേശം കൂടുതലായിട്ടുണ്ടാകും. അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്ത് പാലക്കാട് അതേപോലെ ഈ വളരെ ശക്തമായ രൂപത്തിലുള്ള എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെ ഒക്കെ പിന്തുണയുണ്ടായിരുന്നു. ആ ഒരു സാധ്യത കൂടിയുള്ളതുകൊണ്ടാണ് അവിടെ ഒരു നേട്ടമുണ്ടാക്കിയത്. അതേ സംബന്ധിച്ച് ഏലക്കരയിൽ കണ്ടില്ലല്ലോ. ഇതേ കാര്യം ആവർത്തിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നില്ലേ. രാധാകൃഷ്ണന് കിട്ടിയത്ര വോട്ട് പ്രദീപിന് കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം. അത് പണ്ടും അങ്ങനെയാണ്. പ്രദീപിന് ആദ്യം കിട്ടിയിരുന്ന വോട്ട് വളരെ കുറവായിരുന്നു. എന്നേക്കാൾ കൂടുതൽ അവിടെ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള രാധാകൃഷ്ണന് പിന്നീട് വോട്ട് കിട്ടി. അതല്ലാതെ വലിയൊരു നേട്ടമുണ്ടാക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ രൂപത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ടുള്ള രീതിയിലല്ല ഈ നേതൃത്വം കൊണ്ടുപോകുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല കൂടി വരുമ്പോൾ ഇവർ കൂടിയാലോചിച്ച് എത്രയോ സമിതികളുണ്ട്, കൂടിയാലോചനാ സമിതി, രാഷ്ട്രീയ സമിതി എന്നൊക്കെ പറഞ്ഞ കുറേ സമിതികളുണ്ട്. ഈ സമിതികളൊന്നും ചേർന്നിട്ട് ഒറ്റക്കെട്ടായ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. ശരി, ശ്രീകുമാർ മനയിൽ അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിക്കുമോ കോൺഗ്രസിൽ? കാരണം അസംതൃപ്തരായ ഈ നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കുക, വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ സജീവമല്ലാതിരുന്ന ഗ്രൂപ്പ് പോരാട്ടം സജീവമാവുക, സതീഷിനോടും സുധാകരനോടുമൊക്കെ മാറി നിൽക്കുന്ന നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുക, അങ്ങനെയും ചില രാഷ്ട്രീയ വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട്.
അല്ല, ഈ കോൺഗ്രസ്സിലെ ഇപ്പോൾ അകന്ന് അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിട്ട് അല്ലെങ്കിൽ സജീവമല്ലാതെ നിൽക്കുന്ന നേതാക്കളെ പാർട്ടിയിലേക്ക് ഊർജ്ജസ്വലമായി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏക നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല. കാരണം അദ്ദേഹത്തിന് ഇവർക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചവരാണ് മിക്ക നേതാക്കൾ. 99% നേതാക്കളും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞാൽ അവർ കേൾക്കും, അത്രേ ഉള്ളൂ. അതൊരു പേഴ്സണൽ കേർട്ടസിയുടെ ഒരു സംഭവമാണ്. അത് വ്യക്തിപരമായ ബന്ധങ്ങളുടെയും അദ്ദേഹത്തോടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെയും ഇതാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ നേതാക്കളായിട്ട് ഒരു വ്യക്തിബന്ധവും, സമുദായ നേതാക്കളായിട്ട്, രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള അടുത്ത വ്യക്തിബന്ധമുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത്. അത് നമുക്ക് ഈ മാധ്യമപ്രവർത്തകർക്ക് അതൊരു പുതിയ സംഭവമായിട്ട് തോന്നുന്നതാണ്. എനിക്ക് സജീവൻ സാറിനൊക്കെ അത് അത്ര വർഷമായിട്ട് അറിയാം, ഒരു 10-40 വർഷമായിട്ടെങ്കിലും അറിയാം അതൊക്കെ. കാരണം അദ്ദേഹം 80-ൽ KSU പ്രസിഡന്റ്, NSU ദേശീയ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാണ് ഈ നിങ്ങൾ പറയുന്ന മാറി നിൽക്കുന്നവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ വളരെ എളുപ്പമാണ്. അതൊരു എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു സംഭവമായിട്ട് പറയേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏത് നേതാവ് ഏത് സമുദായങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചാലും അത്യധികമായിട്ട് അതിൻ്റെ ഗുണം ചെയ്യുന്നത് UDF-നും കോൺഗ്രസിനുമാണ്. അങ്ങനെ ഗുണം ചെയ്താൽ മാത്രമേ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDF-ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്. നന്ദി ശ്രീ എ സജീവൻ, ശ്രീകുമാർ മനയിൽ, ശ്രീ KS ഹംസ ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറയും ഈ ചർച്ചയിൽ അല്പസമയം പങ്കെടുത്തിരുന്നു. പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കത്തിന് പിന്തുണയേറുന്നുണ്ടോ എന്നുള്ളതാണ്. യെസ് എന്ന്, അതെ എന്ന് 64% ആളുകളും, അല്ല എന്ന് 30% പേരും, നിഷ്പക്ഷരായി 6% ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.